വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്ക് നമസ്കാരം. ഇവിടെ ഞാൻ ഇന്ന് വരും എന്ന് മൃദുല പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് ഇട്ടൊരു പ്ലാനായിരുന്നു. എനിക്കൊന്ന് 2-3 ദിവസം മുമ്പെയാണ് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് മുത്തു എന്നെ വിളിച്ച് പറഞ്ഞു ശ്രീകുടൻ ചേട്ടൻ വരേണ്ടതായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് വരാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം ഞാൻ മുത്തുവിൻ്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു കാര്യം, ZTVയുടെ സരിഗമപ്പ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഷൂട്ട് മിക്കവാറും ഈ ദിവസങ്ങളുണ്ടാവും. അപ്പം ആ ദിവസത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം അത് ഉണ്ടെങ്കിൽ ഇതിന് വരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മുത്തു പറഞ്ഞു പേടിക്കണ്ട, അത് നടക്കൂല എന്ന് പറഞ്ഞു. ഞാൻ മുത്തുവിൻ്റെ അടുത്ത് വെച്ച് മുത്തു അങ്ങനെ തന്നെ വേണോ? മുത്തു പറഞ്ഞില്ല, ഇത് വളരെ അത്യാവശ്യം, വന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അങ്ങനെ മുത്തു ആഗ്രഹിച്ച പോലെ തന്നെ ZTVയുടെ ഡേറ്റ് മാറി ഈ മാസം അവസാനത്തേക്ക് അവർ മാറ്റി വെച്ചു. ഞാൻ വിശ്വസിക്കുന്നത് മുത്തുവിന്റെ ആഗ്രഹമല്ല, ഞാനിവിടെ വരണമെന്ന് ആഗ്രഹിച്ചത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ ആയിരിക്കാം. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കുഞ്ഞു കുഞ്ഞു അത്ഭുതങ്ങൾ എനിക്ക് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയത് ശ്രീകൃഷ്ണന്റെ ഈ കുറുമ്പുള്ള ചില അത്ഭുതങ്ങൾ എന്ന് പറയില്ലേ. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ തന്നെ ഒരു 2 വർഷം മുമ്പേ മധു ബാലകൃഷ്ണന്റെ കൂടെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയി. അപ്പം അമ്പലം നമ്മൾ അകത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പ്രതിഷ്ഠ വയ്ക്കുന്ന സമയത്ത് അന്ന് രാവിലെ തൊട്ട് ഞാനൊന്നും കഴിച്ചിരുന്നില്ല. അപ്പൊ എനിക്കാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലെ പായസം വളരെ ഇഷ്ടമാണ്. അപ്പം അടുക്കളയുടെ സൈഡിൽ കൂടി നടക്കുമ്പോൾ മധു പറഞ്ഞു, ബാ അടുക്കളയിലുള്ള ആൾക്കാരൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. മധുവിന് അവിടെ നല്ല കോണ്ടാക്ട് ആണ്, അവിടുത്തെ അടുക്കള തൊട്ട് മേൽശാന്തി വരെ. അപ്പം ഞാൻ പറഞ്ഞു എന്നാ വാ പോവാന്ന് പറഞ്ഞു. അപ്പൊ അടുക്കളയിൽ ചെന്നപ്പം ഞാനിങ്ങനെ മടിച്ചുകൊണ്ട് ചോദിച്ചു, ഇവിടെ പായസമൊക്കെ റെഡിയായോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു അതിനെന്താ ഇപ്പൊ തരാം എന്ന് പറഞ്ഞിട്ട് പരിപ്പിന്റെ പായസം കൊണ്ടുവന്ന് തന്നു. മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചത് പാൽപായസമായിരുന്നു, പക്ഷെ കിട്ടിയത് പരിപ്പിന്റെ പായസമാണെങ്കിൽ ഞാനതൊന്നും പുറത്ത് കാണിച്ചില്ല. ഞാനത് സന്തോഷത്തോടെ വാങ്ങി കുടിച്ചു കഴിഞ്ഞ് അപ്പൊ ഞാനിങ്ങനെ വല്ലാതെ വിശന്നിരിക്കുന്ന സമയത്ത് ഒരു പായസം കിട്ടുന്നതിന്റെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതിലായിരുന്നു ഞാൻ. അപ്പൊ കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ മധു പറഞ്ഞു നമുക്കൊന്ന് മേൽശാന്തിയുടെ റൂമില് പോയിട്ട് കണ്ടാലോ. അപ്പോ അത് അങ്ങനെ എല്ലാവർക്കും പറ്റില്ല, പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ, ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു. അപ്പൊ വേറെ ആരോടോ ചോദിച്ചു. അവർ പറഞ്ഞ മേൽശാന്തി ഇപ്പൊ റെസ്റ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഉറങ്ങാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പേ കണ്ടിട്ട് നിങ്ങൾ പൊക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മേൽശാന്തിയുടെ മുറിയിൽ കയറി അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ മുറിയിൽ പോയത്. പോയി കഴിഞ്ഞ് അദ്ദേഹം ഫസ്റ്റ് ഡോറ് തുറന്ന് നമ്മൾ രണ്ടുപേരും കണ്ട് എന്നെ കണ്ടോട്ടെന്ന് പറഞ്ഞു, തനിക്ക് ഞാനൊരു സംഭവം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് മനസ്സിലായില്ല. അദ്ദേഹം അകത്തുനിന്ന് പോയി കുറച്ച് പാൽപായസം കൊണ്ടുവന്ന് എനിക്ക് തന്നു. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞ ഇതെങ്ങനെ അപ്പൊ പറഞ്ഞ എന്തോ എനിക്ക് പാൽപായസം തരണം തോന്നി. എന്നിട്ട് പറയുകയും ചെയ്തു മധുവിനില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോ തമാശ പറഞ്ഞത്. പിന്നെ അദ്ദേഹം മധുവിനും കൊടുത്തു. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിൽ ആഗ്രഹിച്ചാലും അത് വളരെ രസകരമായി ഒരു കുറുമ്പിന്റെ രീതിയിൽ പലപ്പോഴും പല അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പം കഴിഞ്ഞ മാസം സംഭവിച്ച് ഞാൻ വല്ലാതെ സംസാരിച്ചു പോകുന്നില്ലല്ലോ അല്ലേ, എനിക്കറിയാം സമയത്തിന്റെ ഒരു ഇതുണ്ടെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. കഴിഞ്ഞ മാസം ഞാൻ അമ്പലത്തിൽ പോയിരുന്നു. ഇതുവരെ ഗുരുവായൂർ അമ്പലത്തിൽ ഭജനയ്ക്കിരിക്കാൻ പറ്റിയിട്ടില്ല. അത് കുറെ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് 2 തരത്തിലുള്ള അനുഭവമാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് പണ്ട് മ്യൂസിക് ഡയറക്ടർ ആവുന്നതിന് മുമ്പേ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പം വളരെ ഒരു മുട്ടുസൂചി ഇടാൻ സ്ഥലമില്ലാത്ത അത്രയും തിരക്കിൽ നടന്ന് ഒരു വിധത്തിൽ അകത്തെത്തുമ്പം ഒന്ന് കണ്ണു നിറഞ്ഞ് കാണാൻ പറ്റാവുന്നതിന് മുമ്പേ തന്നെ അവിടെ ഇരിക്കുന്ന ആള് തട്ടി മാറ്റും. മതി മാറൂ എന്ന് പറയും. അപ്പം അവിടം വരെ അത്രയും മണിക്കൂർ നിന്ന്
ഇത് മ്യൂസിക് ഡയറക്ടർ ആവുന്നതിന്റെ മുമ്പേ മണിക്കൂറുകൾ നിന്ന് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒന്ന് കണ്ണ് തുറന്ന് കാണാൻ ഒരു 3 സെക്കൻഡ് കിട്ടുമ്പോഴേക്ക് തട്ടി മാറ്റുമ്പം എന്തൊക്കെയോ ഒന്ന് കിട്ടാത്ത പോലത്തെ ഒരു വിഷമായിരുന്നു. അപ്പൊ ഞാനത് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു, പിന്നെ ഞാനെന്തിനാണ് ഇവിടം വരെ വന്നത് നിങ്ങളിങ്ങനെ തട്ടി മാറ്റാനാണെങ്കിൽ. അപ്പൊ 1ഉം 2ഉമായി അതിന്റെ അകത്തൊരു തർക്കം പോലെയായി. അത് ശരിക്കും വളരെ സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി. പക്ഷെ അപ്പോ ഏതൊരു ആൾക്കും തോന്നുന്നൊരു ദേഷ്യം എനിക്ക് അതിൻ്റെ അകത്ത് തോന്നിപ്പോയി, ഏതൊരു കഷ്ടകാലത്തിന്. എന്നിട്ട് പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നു. അപ്പൊ എൻ്റെ വൈഫ്, എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാലും അമ്പലത്തിന്റെ നടയിൽ വെച്ചിട്ട് അയാളുമായിട്ട് അങ്ങനെ തല്ലുപിടിക്കാൻ പാടുണ്ടോ. ഞാൻ പറഞ്ഞു, പിന്നെ നമ്മൾ ഇത്രയും ആഗ്രഹിച്ച് വന്നിട്ട് അതാണ് എനിക്ക് പറ്റിപ്പോയത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പക്ഷെ വന്നതൊന്നും നടന്നില്ല, മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കാനും പറ്റിയില്ല എന്ന് പറഞ്ഞു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം പേരും പ്രശസ്തിയും എല്ലാം വന്നതിന് ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ വിളിച്ചു പറഞ്ഞപ്പം അവർ, സർ വരൂ, നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യവും ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡിൽ വിളിച്ചു പറഞ്ഞ് പോയി. അപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത്, VIP ട്രീറ്റ്മെന്റ് കിട്ടി. നേരെ മുമ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയത് തന്നെ വേറെ വാതിലൂടെ, നേരെ മുമ്പിൽ എത്തിക്കഴിഞ്ഞ് എന്നോട് നിന്നോളാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇഷ്ടമുള്ള അത്രയും പ്രാർത്ഥിച്ചോ. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നുണ്ട് മറ്റുള്ള ആൾക്കാരെ തട്ടി മാറ്റുന്നത്, മാറൂ 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 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ ഓരോ നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പം ഭക്തജനങ്ങളായിട്ടുള്ള മറ്റു ആൾക്കാരെ തട്ടി മാറ്റുമ്പോൾ അവിടെയും എൻ്റെ ഉദ്ദേശം നടന്നില്ല. കാരണം ഇത്രയും പേരെ വിഷമിപ്പിച്ചുകൊണ്ട്, അപ്പൊ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സിൽ എന്തായിരിക്കും. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അവിടെയും ഒരു പൂർണ്ണത എനിക്ക് കിട്ടിയില്ല. VIP ട്രീറ്റ്മെന്റ് കിട്ടിയപ്പോഴും പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഗുരുവായൂരപ്പനോട്, ശ്രീകൃഷ്ണനോട് ചോദിച്ചു, 2 തരത്തിലല്ലേ ഇവിടെ വരാൻ പറ്റുള്ളൂ, 2 തരവും എനിക്ക് അനുഭവിക്കാൻ പറ്റി. പക്ഷേ തൃപ്തി അപ്പോഴും വന്നില്ല. ഞാൻ എന്താ ഇതിനേക്കാളും ഗുരുവായൂരപ്പനോട് മനസ്സിൽ ലയിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് എൻ്റെ വീട്ടിലെ പൂജാമുറിയിലല്ലേ എന്ന് ഞാൻ ഓർത്തുപോയി. ഇത് രണ്ടും അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു രീതി ഉണ്ടോ ഇവിടെ പ്രാർത്ഥിക്കാൻ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം ഭജനയ്ക്കിരിക്കാൻ തീരുമാനിച്ചു. അവിടെയാണെങ്കിൽ കുറേ പ്രാവശ്യമകത്ത് ഒരു ദിവസം മുഴുവൻ അമ്പലത്തിൽ ഇരിക്കുകയല്ലേ, അപ്പൊ കുറച്ചായിട്ട് കുറെ നേരം കണ്ടു കഴിഞ്ഞാൽ എനിക്കും തൃപ്തിയാവും എന്നുള്ളൊരു ആഗ്രഹത്തിൽ പോയി. പുലർച്ചെ 2:30 മണിക്ക് ചെന്ന് ക്യൂ നിന്നു. 3 മണിക്ക് നട തുറന്നു കഴിഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എന്നുള്ള വിളി എല്ലായിടത്തും കേട്ടു. അതൊരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് മുമ്പോട്ട് ചെന്നു കണ്ട് ഉടനെ തന്നെ പറഞ്ഞു, ഗുരുവായൂരപ്പനെ കുളിപ്പിക്കാൻ പോവാണ്, അപ്പൊ അതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങണം 1 മണിക്കൂറത്തേക്ക് തോന്നി. ആ പുറത്തിറങ്ങാൻ എല്ലാവരും വിടുമ്പോൾ ഈ മേൽശാന്തി മാറി. ഞാൻ നേരത്തെ പറഞ്ഞ മേൽശാന്തി ആയിരുന്നില്ല, ഇപ്രാവശ്യം പോയപ്പോൾ പുതിയൊരു മേൽശാന്തി, പ്രായമുള്ള അദ്ദേഹത്തിന് ഞാൻ ആരാന്നൊന്നും അറിഞ്ഞൂടായിരുന്നു. അദ്ദേഹം എന്നെ കണ്ടപ്പം പറഞ്ഞു, അകത്തു നിന്നോ എന്ന് പറഞ്ഞു. 1 മണിക്കൂർ അമ്പലം പൂട്ടിയിരിക്കുക, എല്ലാവരും പുറത്ത്. എനിക്ക് അകത്ത് നിൽക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഗുരുവായൂരപ്പനെയും കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പ്രാർത്ഥിക്കണമെങ്കിൽ ചെയ്യാം. നട തുറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ എന്നോട് വന്ന് ഒരു 5 മിനിറ്റ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചോ, എന്നിട്ട് ഈ നട പുറം ലോകത്തിന് തുറന്നു കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം പോകുന്നതിന് മുമ്പേ മനസ്സിൽ ആഗ്രഹിച്ചതും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ ചെന്ന ഉടനെ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, കുറുമ്പിന്റെ രീതിയിൽ പലപ്പോഴും അത്ഭുതങ്ങൾ കണ്ട ഒരു ഈശ്വരനാണ് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ. ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് നിങ്ങളോടൊപ്പം ഇന്നിവിടെ ഇത് പങ്കുവെക്കണമെന്ന് തോന്നി. നമ്മളുടെ കുട്ടികൾക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ കൂടുതൽ അവർക്ക് ഒരു കൗതുകം തോന്നും. എനിവേസ്, ഞാൻ കൂടുതൽ പറഞ്ഞ സമയം മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല. ഇന്നിവിടെ വരാൻ പറ്റിയതും എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണെന്ന് തികച്ചും ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടെ എന്നെ ഇവിടെ വിളിച്ചതിൽ നന്ദി. ഇവിടെ വന്നത് കാരണമാണ് പാട്ട് പാടണം എന്ന് പറയുന്നത്. അപ്പൊ മിക്കവാറും ഓടിയിട്ടായിരിക്കും പോകുന്നത്. ഒരു മ്യൂസിക് ഡയറക്ടർ എൻ്റെ പാട്ട് എന്ന് പറയുമ്പം നിങ്ങൾ ഒരിക്കലും അതൊരു
വളരെ പോളിഷ്ഡ് ആയിട്ടുള്ളൊരു പാട്ട് പ്രതീക്ഷിക്കരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട്. എൻ്റെ തന്നെ സിനിമയിലുള്ളൊരു പാട്ട് ഭക്തിഗാനമായിട്ട് ഞാൻ അധികം ചെയ്യാത്തതുകൊണ്ട് സിനിമയിലൊരു പാട്ട് ഞാൻ പാടിയിട്ട് എന്നാൽ പറ്റുന്ന പരമാവധി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നോക്കാം.